ഹലോ ഫ്രണ്ട്സ്, ത്രിൽ സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഒരു വേർട്ടിക്കൽ ഗാർഡൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഗ്രില്ലാണ്. അത് അഴിച്ച് മാറ്റിയപ്പോൾ ഞങ്ങൾ വേർട്ടിക്കൽ ഗാർഡന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. ഇവർ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടികളുടെ കവർ ഊരുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോ കവറും അതിൽ നിന്ന് മാറ്റി ചട്ടിയിലേക്ക് നടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 2 മാസമൊക്കെ കൊണ്ട് ഈ സാധനം അത്യാവശ്യം ബുഷിയായിട്ട് ഒരു പിത്രള ചട്ടിയിൽ വെക്കണമെങ്കിൽ അത് നിറഞ്ഞിരിക്കും മൊത്തം. പിന്നെ വെട്ടി നിർത്തണം. വെട്ടി നിർത്തി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് കുറേ മുകളാണ് ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ ആ സാധനം ഇങ്ങനെ ഒരു ഉണ്ട പോലത്തെ ഷേപ്പിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെട്ടി നിർത്തണം. എത്ര ആവുമ്പോൾ വെട്ടണം എന്നുണ്ടോ? അതായത് ആ ഒരു ചട്ടിയില്ലേ, ഇവിടെ ഒരു ബേസ് എങ്കിൽ ഇതിന്റെ മുകളിലായിരിക്കും അടുത്ത് വരുന്നത്. ഈ പൊക്കം അത് കവർ ചെയ്യണവര് ആ ചട്ടിയും കാണിയാലും നല്ല രസത്തിൽ ഒരേപോലെ ഇരിക്കും. അപ്പൊ ഈ കട്ടി ഉണ്ടാവും ഈ ചെടിയുടെ ബേസ്. ഈ ചെടികൾക്കെല്ലാം തന്നെ വെയിൽ കിട്ടേണ്ട ചെടികളായതുകൊണ്ട് വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം അത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അവർ കവറെല്ലാം മാറ്റി എല്ലാം അടുക്കടുക്കായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് മണ്ണും അതിലെ വളവും കാര്യങ്ങളൊക്കെ നിറച്ച് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ചകിരിച്ചോറും മണ്ണും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മണ്ണിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത്? ചാണകമുണ്ട്, പിന്നെ ചകിരിച്ചോറുണ്ട്, എല്ലുപൊടിയുണ്ട്, എല്ലാം കൂടി മിക്സാണ് കമ്പോസ്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഓരോ പോട്ടിലും ഒരു ന്യൂസ് പേപ്പർ കഷ്ണം മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ചകിരിച്ചോറ് ഇടുകയാണ്. എന്നിട്ട് വളവും കൂടിയുള്ള മണ്ണ് അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചെടി മണ്ണോട് കൂടി തന്നെ അതിലേക്ക് ഇറക്കി വെക്കണം. കാരണം ഓൾറെഡി അതിലേക്ക് വേരൊക്കെ ഇറങ്ങിയിട്ടുള്ള മണ്ണുള്ളത് കൊണ്ട് അത് കളയാതെ വെക്കുന്നതായിരിക്കും ചെടിക്ക് നല്ലതെന്നാണ് പറഞ്ഞത്. ഒരുവിധം എല്ലാ ചെടികളും മണ്ണ് നിറച്ച് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചട്ടികളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചട്ടി ഞാനൊരു 10 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത്. എറണാകുളത്തെ വില്ലി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ KG മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കടയിൽ ഇത് കിട്ടും. ഈ ചെടിയുടെ പേര് അമരാന്തസ് എന്നാണ് അവർ പറഞ്ഞു തന്നത്. അമരാന്തസിൻ്റെ തന്നെ വേറൊരു കളറാണ് ഈ കാണുന്നത്. രണ്ടും സെയിം ചെടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് പന്തലിക്കുന്ന ചെടികളാണെന്നാണ് പറഞ്ഞത്. ഇത് സെർസിയ ഗോൾഡ് എന്നാണ് പറഞ്ഞത്. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് കൊടുക്കണം. അങ്ങനെ ചട്ടികളെല്ലാം നിറച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയർ ഈ ഒരു ഗ്രില്ലിലേക്ക് ഇതെല്ലാം നിരത്തി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ഐഡിയയ്ക്കും അനുസരിച്ച് നമുക്ക് ആ ചെടികൾ ഇങ്ങനെ നിരത്തി വെക്കാവുന്നതാണ്. അതിൻ്റെ വളർച്ചയും അതിൻ്റെ കളറും ഒക്കെ അനുസരിച്ചാണ് നമ്മളത് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.